ഒരു കാര്യം, ആ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും? കാരണം ആൻ ഫ്രാങ്കിനെ പിടിച്ചത് അവിടെ ചുറ്റുമുള്ള ആരും ഒറ്റുകൊടുത്തിട്ടാണ്. പിന്നീട് അതിനെപ്പറ്റി പല കഥകളും വന്നിട്ടുണ്ട്. ഒരു ജൂ തന്നെയാണ് ഒറ്റുകൊടുത്തതെന്നൊക്കെ അറിയില്ല, ഏതായാലും. അപ്പൊ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ പ്രതികരിച്ചിരിക്കാറ്? ഞാൻ എവിടെ നിന്നിരിക്കും? ഞാൻ ഈ ആൻ ഫ്രാങ്കിനെ, അതായത് ഈ തരം വംശീയവരെയും കൊണ്ടു നിർത്തുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കുമോ, അതോ അതിനെ എതിർത്ത് നിന്നിരിക്കുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അതിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കാരണം ഞാനതിനേക്ക് എതിർത്ത് നിന്നിരിക്കുന്നു വളരെ നിസ്സാരമായി പറയാൻ തോന്നിയെങ്കിലും എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. കാര്യം അതിന് ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വരുന്ന എനിക്കറിയാം. എനിക്ക് അതിനോട് ധൈര്യമുണ്ടോന്നും എനിക്കറിയില്ല. അപ്പൊ അതേക്കുറിച്ച് ഞാൻ പിന്നെ അന്ന് വൈകുന്നേരം ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് ഒരു പരിഷ്കൃത സമൂഹത്തിലും ഒരു മനുഷ്യനും ഈ ചോദ്യം നേരിടേണ്ടി വരാൻ പാടില്ല. അങ്ങനെ നേരിടുന്നുവെങ്കിൽ ആ ഭരണകൂടം ഒരു പരാജയമാണ്. പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തി, എന്റെ ജീവിതകാലത്തിൽ, ഇത് 2011 കേട്ടോ, എന്റെ ജീവിതകാലത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ ആ ഒരു മനസ്സോടുകൂടെയല്ല ഞാൻ ഓഫീസിൽ എത്തിയത്. കാരണം അപ്പോഴേക്കും 2014 കഴിഞ്ഞ് 2018 വന്നിരുന്നു. ആ ഉറപ്പ് അപ്പോഴേക്കും എനിക്ക് പോയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഓഫീസിന്റെ ഇത്രയധികം വന്ന് പോയപ്പോൾ ബാധിച്ചത്. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ ഈ ഒരു ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഭൂഭീഷണെക്കാട്ടിലും ഉചിതമായിട്ട് ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂഭീഷൺ വളരെ പ്രധാനമായ ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന പേരിൽ അവതരിപ്പിച്ചു. നമുക്കെല്ലാം അറിയാം. ഇന്നലെയും കൂടെ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഭൂഭീഷണ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാ തിരക്കുകൾക്കിടയിലും ഇന്നിവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഭൂഭീഷണെ സൈക്കാനേക്ഷ. ഇത് യഥാർത്ഥത്തിൽ ഈ സ്വാഗതവും നന്ദിയും അധ്യക്ഷനും ഒന്നും വേണ്ട സദസ്സല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങള് ഈ ഔപചാരികതകളില്ലാതെ നമ്മൾ സംസാരിക്കേണ്ട അത്യാവശ്യം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1930-കൾ തൊട്ട് ഈ ഫാസിസത്തെ പറ്റിയുള്ള ചർച്ചകള് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആഴത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഥാകൃത്തുക്കളിൽ പ്രധാനിയായിരുന്ന, അല്ലെങ്കിൽ മലയാള കഥയുടെ പിതാവെന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരുടെ 4ാമത്തെ മകൻ ചന്ദ്രൻ നമ്പ്യാർ, ACN നമ്പ്യാർ എന്ന് പറയുന്ന ആ മനുഷ്യനെ ഹിറ്റ്ലറുടെ സ്റ്റോം ട്രൂപ്പേഴ്സ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അന്ന് ബെർലിനിലായിരുന്നു അദ്ദേഹം. ബെർലിനിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം സരോജിനി നായിഡുവിന്റെ സഹോദരിയാണ് വിവാഹം കഴിച്ചിരുന്നത്. സുഹാസിനിയാണ് വിവാഹം കഴിച്ചിരുന്നത്. സുഹാസിനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരിൽ ഒരാളാണ്. അത് അധികകാലം ആ ദാമ്പത്യം നീണ്ടു നിന്നില്ല. പക്ഷെ പിന്നീട് അവര് തമ്മിൽ പിരിയുമ്പോഴും സൗഹൃദം പുലർത്തുന്നുണ്ട്. പിന്നീട് ACN നമ്പ്യാര് യുവ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്മ്യൂണിസ്റ്റുകാരിയെ കല്യാണം കഴിക്കുന്നുണ്ട്. ഹിറ്റ്ലറുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അധികാരത്തിലേറിയതിനു ശേഷമാണെങ്കിലും ഈ റൈക്സ്ടാഗ് കത്തിച്ചു കളയുക, പാർലമെന്റ് കത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് ഹിറ്റ്ലർ തന്നെ നടപ്പാക്കിയിട്ട് അതാണ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അവരെ യഥാർത്ഥത്തിൽ ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അതായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ACN നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ACN നമ്പ്യാര് ബെർലിനിൽ പ്രവർത്തിക്കുന്നത് അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു അന്താരാഷ്ട്ര പിന്തുണ നേടുക എന്ന് പറയുന്ന ഒരു ദൌത്യമാണ് ACN നമ്പ്യാരെ ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോം ട്രൂപ്പേഴ്സ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോവുകയും 2 ആഴ്ചയോളം ഹിറ്റ്ലറുടെ തടവറയിൽ ഇടുകയും അതിനുശേഷമാണ് അദ്ദേഹത്തെ വിമോചിപ്പിക്കുന്നു. പക്ഷെ വിമോചിച്ചാൽ ജർമ്മനിക്ക് പുറത്താക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഫാസിസത്തിന്റെ ഉള്ളിൽ മലയാളിയുടെ നേരിട്ടുള്ള ഇടപെടൽ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഈ ഫാസിസത്തിന്റെ ചർച്ചയിൽ ഒക്കെ തന്നെ
അതിനെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പലപ്പോഴും കണ്ടുവന്നിരുന്നത്. ഇപ്പം ഞാനിപ്പോ വരുമ്പോ സംസാരിച്ച പോലെ, അമർനാഥ് സംസാരിച്ച പോലെ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോ ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതിയിരുന്നില്ല ഫാസിസം. കാരണം നമ്മളിതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ദൂരെ നിന്നുള്ള ഒരു സഹതാപം മാത്രമായിട്ടാണ് പലപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ആൻ ഫ്രാങ്കിനെ വായിക്കുന്നു, നമ്മൾ ദൂരെ ഇരുന്നിട്ട് ഒരു തരം സഹതാപപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുതാപപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് സുധീഷ് പറഞ്ഞ പോലെ ഇപ്പോ ഓഷ്വിറ്റ്സ് കാണുകയാണെങ്കിൽ, ബെർക്കന്യൂ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഏതാണ്ട് സമാനതയുള്ള ചരിത്രത്തിൽ കൂടെയാണല്ലോ നമ്മളും കടന്നു പോകുന്നതെന്ന് ഓർത്തു പോകും. മാത്രല്ല, നമ്മൾ ഒരു സമൂഹം എന്ന നിലയിലും വ്യക്തി എന്നുള്ള നിലയിലും നമ്മളുടെ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഒരു മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്, നമ്മുടെ രൂപാന്തരത്വം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ കാണുമ്പോൾ അത് അത്ര രസകരമായ ഒരു കാര്യമല്ല എന്നുകൂടി മനസ്സിലാവും. ഈ വാൻസി കോൺഫറൻസ് കഴിഞ്ഞിട്ട്, വാൻസി കോൺഫറൻസിലാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ ഹിറ്റ്ലർ തീരുമാനിക്കുന്നത്. ആദ്യം ഈ ജ്യൂസിനൊക്കെ നാട് കടത്താൻ മഡഗാസ്കറിലേക്ക് പറഞ്ഞയക്കാം, അല്ലെങ്കിൽ പോളണ്ടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു ക്യാമ്പില് ഇടാം എന്നൊക്കെ വിചാരിക്കുന്നു. വാൻസി കോൺഫറൻസിലാണ് ഈ റൈനാർഡ് ഹെൻഡ്രിച്ചും കൂട്ടരുമാണ് ഈ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്ന അന്തിമമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അന്തിമ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഒന്നിച്ചു കൊല്ലുക, ഒന്നിച്ചില്ലാതാക്കുക. ഇത് ഒരു ഗവൺമെന്റാണ് നടത്തുന്നത്, അല്ലാതെ ബാധിച്ചതാണ്. ഞാൻ ഒരു ഉപകരണം മാത്രമായിരുന്നു, ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു, എനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ല. അത് കുറ്റകൃത്യം ചെയ്യുന്നത് മുകളിലിരിക്കുന്ന ഭരണാധികാരികളാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ ഏക പണി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എഫക്റ്റീവായിട്ട് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ്. ഇത് ഈ വിചാരണയ്ക്ക് സാക്ഷ്യം വഹിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് വിളിക്കാവുന്ന ഹന്ന ആരൻഡ് ആ വിചാരണയെ ആസ്പദിച്ച് പുസ്തകം എഴുതുന്നുണ്ട്. അതിലാണ് ആദ്യമായിട്ട് ബനാലിറ്റി ഓഫ് ഈവൾ എന്ന് പറയുന്നത്, തിന്മയുടെ സാധാരണത്വം എന്ന് പറയുന്ന ഒരു തിയറി വരുന്നത്. അത് ഐക്യമാനെ മുന്നിൽ വെച്ചിട്ടാണ്. ഐക്യമാൻ അയാള് വീട്ടിൽ സാധാരണ പോലെ ജീവിക്കുന്നു, ഭാര്യയെ മക്കളെയൊക്കെ സംരക്ഷിക്കുന്നു, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. അയാൾക്ക് ശമ്പളം കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശമ്പളം കിട്ടാൻ എന്ത് ചെയ്യും? കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ പാപം പുണ്യം അല്ലെ നന്മ തിന്മ എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അത് ഗവൺമെന്റിന്റെ ഭാഗമാണ്, ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ചെയ്യുന്നു. അപ്പോ ഐക്യമാനെ സംബന്ധിച്ചിടത്തോളം സംഘർഷമില്ല, മാനസിക സംഘർഷമില്ല. അതുകൊണ്ട് ഈ തിന്മ എന്ന് പറയുന്നത് ഒരാൾ ഉണ്ടാക്കുന്നതല്ല ഒരു ഫാസിസ്റ്റ് സൊസൈറ്റിയിൽ, മറിച്ച് അതിന്റെ ഒരു സമമായ വിതരണം എല്ലായിടത്തും നടക്കും. ഈ വിതരണം നടന്നു കഴിഞ്ഞാൽ ഈ ശേഖരിക്കുന്ന മനുഷ്യര് മുഴുവൻ ഈ പറയുന്ന ബനാലിറ്റി ഓഫ് ഈവൾ എന്ന് പറയുന്ന തിന്മയുടെ സാധാരണത്വം എന്ന് പറയുന്ന അതിലേക്ക് മാറുകയാണ്. അവര് പറയുന്നു, ഞങ്ങളോട് സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നു, ഞങ്ങളോട് അന്നത്തെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നു, ഞങ്ങളോട് അന്നത്തെ വ്യവസ്ഥ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇത് ചെയ്തേ തീരും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിന്മയാണോ നന്മയാണോ എന്ന് പറയുന്ന സംഘർഷം ഉള്ളിലേറ്റേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ മനുഷ്യര് മാറിപ്പോകുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്നത്. 1992 ഡിസംബർ 6 ഈ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണപ്പോ നമുക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടായി. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്കന്ന് വലിയ ഉറപ്പുണ്ടായിരുന്നു, ഈ പൊളിച്ചവർ മുഴുവൻ തടവറയിലാവും ഇന്നല്ലെങ്കിൽ നാളെ. കാരണം ഭരണഘടന അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കഴിഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇങ്ങനെ കടന്നു കയറി ഒരു പള്ളി പൊളിച്ചെങ്കിൽ പോലും ഇവരൊക്കെ നാളെ തടവറയിലാവും. ഇവരൊക്കെ ആ വിശ്വാസം നമ്മളുടെ ആഴത്തിൽ ഉണ്ടായിരുന്ന, ഏറ്റവും അടിയിൽ അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. 2024 എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്ഥലത്ത്, ഈ പൊളിച്ചിട്ട സ്ഥലത്ത് ഒരു മൂന്നാംകിട ക്ഷേത്രം എന്ന് വിളിക്കാം, മൂന്നാംകിട സെറ്റിട്ട പോലത്തെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു സെറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ ഒരു പ്രധാനമന്ത്രി ഒരു വേഷം കെട്ടിയ ഒരാളായിട്ട് ഇങ്ങനെ പടി കയറിപ്പോയി നമ്മളെയൊക്കെ നോക്കി നിന്ന് ചിരിക്കുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടിരിക്കും. ഇതാണ് അതിന്റെ പര്യവസാനം ഉണ്ടായത്. അതായത് ഇവരെ ജയിലിൽ പോവുകയൊന്നുമല്ല. നമ്മൾ അന്ന് 92 ആ സായാഹ്നത്തിൽ പോലും ഏറ്റവും നമ്മുടെയൊക്കെ നെറുകക്കടി കൊണ്ട പോലെ നമ്മൾ വേദന സഹിച്ച ആ സായാഹ്നത്തിൽ പോലും
നമ്മൾ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ പരിണാമം ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ നമ്മൾ കേരളത്തിൽ തന്നെ ഈ മതേതരരാണ് പ്രബുദ്ധരാണെന്ന് പറയുന്ന കേരളത്തിലെ ഓരോ ഗ്രാമത്തിൽ നിന്നും ഈ അയോധ്യ നഗരി കാണാൻ ടൂർ പോയി തുടങ്ങും. ഇപ്പൊ തന്നെ പോയി തുടങ്ങി. അവര് പോയി തുടങ്ങും, യാത്രാ വിവരണങ്ങൾ എഴുതി തുടങ്ങും, അവിടുത്തെ സൗകര്യങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ ഇത് ഒരു ഫാസിസ്റ്റ് കൾച്ചർ എന്ന് പറയുന്നത് ഈ തിന്മയുടെ സാധാരണത്വമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകും. ഇതാണ് ജർമ്മനിയിൽ സംഭവിച്ച ഒരു കഥ എന്ന് പറയുന്നത്. ജർമ്മനിയിലെ ആഴത്തിലെ കഥ അതാണ്. അതായത് ഹിറ്റ്ലർ ഒറ്റയ്ക്ക് ആണോ എല്ലാം ചെയ്തതെന്ന് പ്രയത്തിന്റെ കവിതയിൽ ചോദിക്കുന്നുണ്ട്. ഗോളുകൾ ഒറ്റയ്ക്കാണോ ഫ്രാൻസ് കീഴടക്കിയത്? അയാളുടെ കൂടെ ഒരു കുശിനിക്കാരനെങ്കിലും ഉണ്ടായില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഈ രാജാവ് കീഴടക്കുമ്പോ അയാൾ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അയാളുടെ കൂടെ പടയാളികളുണ്ട്, അയാളുടെ കൂടെ കുശിനിക്കാരുണ്ട്, അയാളുടെ കൂടെ ഇവർക്ക് എന്റർടൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വലിയൊരു ബാൻഡാണ് എല്ലാതും. ഈ ബാൻഡ് എല്ലാം ഒരേപോലെ യോജിപ്പിക്കപ്പെടുമ്പോഴാണ് ഫാസിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇല്ലാതാവുമ്പോഴാണ് ഫാസിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുക. ഇത് വളരെ പാഠപുസ്തകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹിറ്റ്ലർക്ക് തോൽക്കാൻ വേണ്ടി നല്ലതോ ചീത്തയായിക്കോട്ടെ ഒരു യുദ്ധം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ഫാസിസത്തിന് തോൽക്കാൻ വേണ്ടി ഒരു യുദ്ധവും വരാൻ പോകില്ല. അല്ലെങ്കിൽ മറ്റൊരു ടേണും ഹിസ്റ്ററിയിലെ മറ്റൊരു തരത്തിലുള്ള ടേണും വരാൻ പോകുന്നില്ല. മറിച്ച് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ജനാധിപത്യ ബോധം കൊണ്ട് ആണ് ആ തോൽവി സംഭവിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നമ്മളുടെ ഈ പറയുന്ന ഒരു പരിണാമം, ഈ മെറ്റമോർഫോസിസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വെറുതെ ഈ പഴയ പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോകൾ ഈ അടുത്ത കാലത്ത് വായിച്ചു നോക്കണ്ടായി. അപ്പൊ 1962 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ, ലോഷ്യ എഴുതിയ മാനിഫെസ്റ്റോ ആണ്. ലോഷ്യ ആണത് അതിന്റെ കർത്താവ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്, അതായത് ഇലക്ഷന് പോകുന്ന ഒരു പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന മാനിഫെസ്റ്റോ വായിച്ചു നോക്കി ഞെട്ടിപ്പോയി. സപ്തക്രാന്തി 7 വിപ്ലവങ്ങളാണ് മുന്നിൽ വെക്കുന്നത് 62. ഒന്നാമത്തത് സ്ത്രീ പുരുഷ തുല്യത ഉറപ്പാക്കും, അതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ജാതികൾക്കിടയിലെ തുല്യത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആയിട്ട് എടുക്കുന്നു. മൂന്നാമത്തത് വിദേശാധിപത്യം, അതായത് വിദേശികൾ പോയെങ്കിലും എക്കണോമിക്കലി അതുപോലെ തന്നെ കൾച്ചറലിയും ഈ പറയുന്ന വൈദേശികാധിപത്യം, അത് സംസ്കാരത്തെ വൈദേശിക മുക്തമാക്കുന്ന ഒരു നമ്മുടെ ദേശികമായ ഒരു ആധുനികത ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. ഏത് ഭരണകൂടത്തിന്റെ കാര്യമായിട്ടാണ് മൂന്നാമത്തത്. നാലാമത്തത് ഈ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള തുല്യത പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നിരവധി. അഞ്ചാമത്തത് ഈ സകല ആയുധങ്ങളും, അത് കൺവെൻഷണൽ ആയിട്ടുള്ള വെപ്പൺസ് ആയിക്കൊള്ളട്ടെ, പുതിയ അണ്വായുധങ്ങളാകട്ടെ, പതുക്കെ ലോകത്തെ നിർവീര്യവൽക്കരിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടും. അഞ്ചാമത്തെ റേഷ്യൽ ആയിട്ടുള്ള കറുപ്പ് വെളുപ്പ്, തൊലി വെളുപ്പും തൊലി കറുത്ത ആൾക്കാരും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കാനായിട്ട് ഇടപെടും. അവസാനത്തെ 7ാമത്തെ വിപ്ലവം എന്ന് പറയുന്നത് ഞെട്ടിപ്പോവും. ഒരാളുടെ പ്രൈവസിയിൽ കളക്റ്റീവായിട്ട് ഇടിച്ചു കയറുന്നത്, ഒരു കൂട്ടം ഒരാളുടെ വ്യക്തിഗതമായിട്ടുള്ള സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നത് അത് കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കും. 62 ഇലക്ഷൻ ഒരു പാർട്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നതാണ്. ഇത് ആ സമയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയാലും എല്ലാ മാനിഫെസ്റ്റോകളും ഇത്തരത്തിലുള്ളതായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു ഐഡിയോളജി വെക്കുകയായിരുന്നു. ഇപ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പാലം പണിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയോളജിക്കലി നിങ്ങൾക്ക് എന്ത് തരുമെന്ന് പറയാനുള്ള എല്ലാ തരത്തിലും മതേതരത്വ പാർട്ടികൾ മുഴുവൻ പിൻവലിയുണ്ടായി. പക്ഷെ അന്നും ഇന്നും ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്നും അമ്പലം പണിയുന്നതാണ്, ഇന്നും അമ്പലം പണിയുന്നതാണ്. അപ്പൊ അവർ ഐഡിയോളജിക്കലി പുറകെ പോയിട്ടില്ല. അവര് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം ഐഡിയോളജിക്കലി ഉറച്ചു നിന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രായോഗിക പ്രശ്നത്തെ പറ്റി പേടി വരും. മനുഷ്യരോട് ഐഡിയോളജി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് അത് അവരെങ്ങനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള
നമുക്ക് പലതരം വേവറിങ്സും വരും. ഇവർക്ക് ഈ ജനസംഘത്തിന്റെ അന്നത്തെ മാനിഫെസ്റ്റോ ഇന്നത്തെ മാനിഫെസ്റ്റോ എടുത്തു കഴിഞ്ഞാല് ഈ പറയുന്ന പള്ളി ഒഴിയും, ഞങ്ങള് ആ പള്ളി പൊളിക്കും, ഈ പള്ളി പൊളിക്കും ഉള്ള കാര്യത്തില് ഈ ഒരു പ്രായോഗിക പ്രശ്നവും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുമതം പോലെ ഈ ജാതി ഘടനകൾ തിരിഞ്ഞു കെടുക്കുന്ന സ്ഥലത്ത് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പലതരത്തില് അത് വ്യാജമായിട്ടുള്ള ഒരു ജാതി വിരുദ്ധ പോരാട്ടം അവർ കൊണ്ടിരുന്നുണ്ട്. പുറത്ത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇതൊക്കെ വഴി കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിന് അവരെത്ര മുന്നോട്ട് പോയി എന്ന് നമ്മൾ ആലോചിക്കണം. അത് അവരെ പുകഴ്ത്താനൊന്നുമല്ല, മറിച്ച് എങ്ങനെയാണ് ഒരു ഐഡിയോളജിക്കലി സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ ചരിത്രത്തിൽ പടരുക എന്നുള്ള പറയുന്ന ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ തരത്തിലും അതിപ്പം സാംസ്കാരിക പ്രവർത്തനമായിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മറവിയുടെ മുകളിലാണ് പലപ്പോഴും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓർമ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കളയേണ്ട ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ ക്ലീൻ സ്ലേറ്റിൽ നിന്ന് തുടങ്ങുക, പുതിയ പേജിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്ന പണിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മതേതര പാർട്ടികള് മുൻകാലത്ത് എന്താ ചെയ്തിരുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്, എന്തായിരുന്നു അവരെ പ്രവർത്തനം എന്ന് അറിയാം. സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഓർമ്മകൾ മുഴുവൻ പെട്ടെന്ന് വറ്റിപ്പോവുകയും മോശപ്പെട്ട ഓർമ്മകൾ മുഴുവൻ നിരന്തരമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന എന്ത് യന്ത്രമാണ് ഈ സമൂഹത്തിലും സംസ്കാരത്തിലും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ഈ ഒരു വലത് ഐഡിയോളജി പറഞ്ഞ് ബാബർ എന്ന് പള്ളി തകർത്തുവന്നു, അവിടെ എന്തുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാല് എതിര് നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കൊക്കെ അറിയാം. പക്ഷേ നേരെ മറിച്ച് നമ്മൾ എന്തുകൊണ്ട് മതേതരായിട്ട് നിൽക്കണം എന്ന് പറയുന്ന ആവശ്യങ്ങള് വളരെ കുറച്ച് പേർക്ക് മാത്രം കൺവിക്ഷൻ ഉള്ള, അത്രയും തീവ്രമായ കൺവിക്ഷൻ ഉള്ള ഒന്നായിട്ട് ചുരുങ്ങുന്നു എന്ന് പറയുന്നതാണ് സംസ്കാരത്തിലെ ക്യാൻസർ ബാധ എന്ന് പറയുന്നത്. ഈ ക്യാൻസർ ബാധയെ നേരിടണമെങ്കിൽ കൂടുതൽ ഓർമ്മകൾ ഉത്പാദിപ്പിച്ചേ തീരും. ഈ ഓർമ്മകൾ സജീവമായിട്ട് വിതരണം ചെയ്യപ്പെട്ടേ തീരും. ഈ അടുത്ത കാലത്ത് ഈ ഇതിന്റെ ഒരു ഉദാഹരണം പറയാം, എങ്ങനെയാണ് ഈ ഓർമ്മകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് ഞാൻ കൂടി അംഗമായ എന്റെ കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പില് അവരൊക്കെ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ ആയിരുന്നു, മതേതര പാർട്ടികളൊക്കെ ആയിരുന്നു. വളരെ കുറച്ച് ഈ പറയുന്ന ഫാസിസ്റ്റ് പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിങ്ങനെ പ്രവർത്തിച്ച് കൊല്ലങ്ങൾ എത്തുമ്പോ പതുക്കെ ഇവരൊന്ന് പുറത്തൊക്കെ ഇതൊക്കെ തന്നെയായിട്ട് നിലനിൽക്കുമ്പോഴും അകത്ത് ഇവരിടുന്ന പല മെസ്സേജുകൾ ആദ്യകാലത്ത് ഇവരൊക്കെ ചാടി എതിർത്തിരുന്ന ആളുകൾ പതുക്കെ ആ പറയുന്നതിന് ഒരു കാര്യം കിട്ടാന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു, നിശബ്ദരാകുന്നു. ചിലയിടത്ത് മുസ്ലിം വിരോധമൊക്കെ വരുന്ന സ്ഥലത്ത്, കഠിനമായി വരുന്ന സ്ഥലത്ത് കുറച്ചല്ലെങ്കിലും മുസ്ലിം പ്രീണനം കൂടുതലാണ് ഇന്ത്യയിലെ മതേതര പൊളിറ്റിക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ മാറുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളിൽ വന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഔറംഗസീബ് മരിക്കാൻ നേരത്ത് ശിവജിയെ വിളിച്ച് മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞ കഥയാണ്. ശിവജിയോട് വിളിച്ച് മാപ്പ് ചോദിച്ചിട്ട് പറയാണ്, ഞാൻ നിന്റെ ഹിന്ദു രാജ്യം ആക്രമിച്ചതാണ് എന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റ്, നേരിട്ട് വിളിക്കോ കുറിമാനം കൊടുത്തയക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഇത് കാണുമ്പോ നമ്മുടെ ഒരു മതേതരത്വ സെൻസ് വെച്ചിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നു. പക്ഷേ ശിവജി മരിച്ചിട്ട് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത് ചരിത്രത്തില്. ഈ സംഗതി നമ്മൾ എന്ന് വിട്ടുപോകും. ഈ ഫാക്ട് നമ്മൾ ചെക്ക് ചെയ്യില്ല, നമ്മുടെ കയ്യിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ശിവജി മരിച്ചു കഴിഞ്ഞ് 28 വർഷം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. അപ്പോ ഒരു നുണ സൃഷ്ടിച്ചിട്ട് നമ്മൾ അതിന്റെ ഡിലമയിലിടുക, അതിന്റെ ഒരു ശരി തെറ്റിന്റെ ഇടയിൽ കൊണ്ടിടുക എന്ന് പറയും. അപ്പൊ ഫാസിസത്തിന്റെ വഴികൾ എന്ന് പറയുന്നത്, അതിന്റെ നെറേറ്റീവ്സ് എന്ന് പറയുന്നത് ഭീകരമാണ്. ഈ നെറേറ്റീവ്സ് എല്ലാവരെയും ഏതെങ്കിലും തരത്തില് എപ്പോഴെങ്കിലും തൊടുന്നു പറയുന്ന ഒരു സ്ഥിതിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് പിടിക്കാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യയിൽ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്സ് നമ്മൾ പറയും, ദളിതര്, പിന്നോക്കക്കാര്, സ്ത്രീകളൊക്കെ മുന്നോട്ട് വരണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് നമ്മൾ പറയും. ഇന്നത്തെ ഇന്ത്യ ഭരണകൂടം എടുത്തു നോക്കുക, പ്രസിഡന്റ് ആദിവാസിയാണ്, പ്രധാനമന്ത്രി പിന്നോക്കക്കാരനാണ്, ധനമന്ത്രി സ്ത്രീയാണ്. ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ? പ്രസിഡന്റ് ആദിവാസി, ഈ പറയുന്ന പ്രധാനമന്ത്രി പിന്നോക്കക്കാരൻ, ധനമന്ത്രി ഈ സ്ത്രീയാണ്.
മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ വലിയ നമ്മുടെ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ആ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ഒരേ സമയം രാമക്ഷേത്രം ഉയർത്തുകയും മറ്റേ കൈകൊണ്ട് ഈ മണ്ഡൽ പൊളിറ്റിക്സിന്റെ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുക്കുകയും ചെയ്തു. അവിടെ അവര് നെഗോഷിയേറ്റ് ചെയ്യുന്നു, അവര് ആ ഭാഗം നെഗോഷിയേറ്റ് ചെയ്ത് കളയുന്നു. ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന് ഈ മണ്ഡലിനെയും പിന്നോക്ക പൊളിറ്റിക്സിനെയും ദളിതരെയും ഒക്കെ വാരി അകത്തിടുന്നു. ഇങ്ങനെയുള്ള തരത്തില് നമ്മളെ ഒരു തരത്തില് ഒരു ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയും. ഒരു സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഓടിക്കോറും, നമ്മളെല്ലാവരും അതിന്റെ ഉള്ളിലെ സാധനങ്ങൾ കണ്ടുവരും. ഇത് അപ്പുറത്തെ ചെറിയ കടയെയും അപ്പുറത്തെ വെളിച്ചെണ്ണക്കാരന്റെ ചെറിയ കടയെയും അപ്പുറത്തെ മുറുക്കാൻ കടക്കാരനെ ഒക്കെ വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്ത് നമ്മൾ അറിയില്ല. നമ്മളത് അതറിഞ്ഞ് അതിന് ചുറ്റുമുള്ള ചെറിയ കടകൾ മുഴുവൻ ഇല്ലാതാവും. ഈ ഹൈപ്പർ മാർക്കറ്റ് അവിടെ നിൽക്കും. നമ്മള് ചിലപ്പോ പുറത്തു നിന്നിട്ട് പറയും ഇതിങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് പുതിയ മുതലാളിത്തത്തിന്റെ പ്രതീകമാണെന്ന് പറയും. നമ്മളും അതിന്റെ ഉള്ളില് കയറിപ്പോവും. ഈ ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ് ഈ ന്യൂനപക്ഷക്കാരനെ അല്ല പിന്നോക്കക്കാരനെയും വലിച്ചെടുക്കും, ദളിതരെയും വലിച്ചെടുക്കും, അവരെ ഹിസ്റ്ററി ഇല്ലാതാക്കും, അവരുടെ ചരിത്രം ഇല്ലാതാക്കും. ദ്രൗപദി മുർമുവിന് ഇനി സന്താൽ ചരിത്രമില്ല, മറിച്ച് ഒരു ബ്രാഹ്മണിക് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് തീരുന്നു. ഇനി ഇയാൾ പറയുന്ന ഈ പിന്നോക്കക്കാരെന്ന് സ്വയം പറയുന്ന ആൾക്കും പിന്നോക്കക്കാരന്റെ ഒരു ചരിത്രവും ഇല്ല, പകരം ഈ പറയുന്ന ബ്രാഹ്മണിക് ഹിസ്റ്ററിയുടെ ടെസ്റ്റിമണി എഴുതുന്ന പിന്നോക്കക്കാരനായിട്ട് തീരും. ഈ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ മുന്നേറ്റത്തിന്റെയോ സ്ത്രീ മോചനത്തിന്റെയോ ഒരു സമരധാരയില്ല, പകരം ഈ സ്ത്രീ വിമോചനത്തിന്റെ ടെസ്റ്റിമണി ബ്രാഹ്മണ്യത്തിന് എഴുതി കൊടുക്കുന്ന ഒരാളായിട്ട് മാറും. അപ്പൊ ഈ കോംപ്ലക്സിറ്റിയിലാണ് ഈ ഓഷ്വിറ്റ്സ് നമ്മൾ കാണുന്നത്. ഏറ്റവും ആത്യന്തികമായി ഇത് ഫ്ലഷ് ആൻഡ് ബ്ലഡിന്റെ പ്രശ്നമാണ്, ഇത് നിങ്ങളുടെ വേദനയുടെ പ്രശ്നമാണ്, ഇത് നിങ്ങളുടെ ജീവിക്കാനുള്ള വെരി എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. നിങ്ങളെ കൊല്ലുമോ ഇല്ലയോ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ. ഭീഷണിയുടെ അറ്റം എന്ന് പറയുന്നത് ഇപ്പോ അത് പറയുന്നുണ്ടാവില്ല, പക്ഷെ ഭീഷണിയുടെ അറ്റം ഇതാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കണോ വേണ്ടയോ അത് ഞങ്ങൾ നിശ്ചയിക്കും പറയുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. ഇപ്പൊ 2 വർഷം മുമ്പ് RSS അവർ മോഹൻ ഭാഗവത് ഇന്ത്യൻ സമൂഹത്തെ വിവരിക്കേണ്ടായി. ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതായത് ഇന്ത്യയിൽ 4 തരം ആൾക്കാർ, ഇന്ത്യയിൽ ന്യൂനപക്ഷം ഒന്നുമില്ല എന്ന് വളരെ പ്രഖ്യാപിച്ചു. ഇനി ന്യൂനപക്ഷം ഒന്നുമില്ല ഇന്ത്യയിൽ. ഇന്ത്യയിൽ 4 തരം ജനവിഭാഗങ്ങളാണുള്ളത്. ഒന്ന് പ്രൗഢ ഹിന്ദു, അഭിമാനിയായ ഹിന്ദു, മറ്റത് ഇഗ്നോറന്റ് ഹിന്ദു. ഹിന്ദു ഒക്കെ ഹിന്ദുവിന് മതത്തിൽ ജനിച്ചിട്ടുണ്ടാവും, പക്ഷെ അവന് ഈ പറയുന്ന പ്രൈഡ് കിട്ടിയിട്ടില്ല, അവന് അഭിമാനം കിട്ടിയിട്ടില്ല. അവനെ എന്തോ അറിയാത്ത വിധത്തില് ഹിന്ദു മതേതരത്വത്തിന് അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലൂസായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ വിചാരിച്ചു കിടക്കണം. അവനെ ഇങ്ങോട്ട് ഇടണം, എവിടേക്ക് ഇടണം, പ്രൗഢ ഹിന്ദുവാക്കി മാറ്റണം. മറ്റത് റിലക്ടന്റ് ഹിന്ദു, ഈ പറഞ്ഞ കാര്യം റിലക്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്, അവരൊക്കെ ഇടണം. 4മത്തെ ഒരു കൂട്ടരുണ്ട് അൺഫ്രണ്ട്ലി ഹിന്ദു, നിങ്ങളെ എന്നെയും പോലെയുള്ള ആൾക്കാർ, നമ്മളെല്ലാവരും. അതിനുള്ളിൽ ന്യൂനപക്ഷവും വരും എന്ന് പറഞ്ഞാൽ പ്രത്യേകം ബക്കറ്റൊന്നും വെക്കണ്ടെങ്കിൽ ന്യൂനപക്ഷത്തിന് ഒരു ബക്കറ്റ്, ലിബറലിന് ഒരു ബക്കറ്റ്, ഇടതിന് ഒരു ബക്കറ്റ്, അങ്ങനെ ഒരു ബക്കറ്റൊന്നും വെക്കേണ്ട. ഒന്നിച്ച് അൺഫ്രണ്ട്ലി ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഈ സ്റ്റേറ്റ് എങ്ങനെ ചലിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് ആ ഡിക്റ്റേഷനനുസരിച്ചിട്ടാണ് ഈ സ്റ്റേറ്റും ചലിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വലിയ യാഥാർത്ഥ്യത്തിന്റെ ആ മൊമെന്റിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സുധീഷ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ കഥയാണ്, അത് ഇന്നലത്തെ കഥയല്ല, നമ്മുടെ ഇന്നിന്റെ കഥയാണ്, ചിലപ്പോ നാളെയുടെ കഥയായി തീരേണ്ടതുമാണ്. അതിനെ ചെറുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനുഷ്യരുടെ ഒരു വലിയ ഐക്യമുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിൽ തട്ടി തകരും, ആ മതിൽ തട്ടി തകരും. നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ ആ നഷ്ടം എന്ന് പറയുന്നതും ഒരു തരത്തില് വലിയ തരത്തില് മനുഷ്യർ ചേർന്ന് നിന്നുണ്ടാക്കുന്ന ചെറിയ ചെറിയ മനുഷ്യർ ചേർന്ന് നിന്നുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്കാലത്തും വലിയ ശക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. സുധീഷിന് നന്ദി, നിങ്ങൾക്കും നന്ദി, എല്ലാവർക്കും നന്ദി.